തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. മിക്കായുടെ പുസ്തകം ആമുഖ വായന. ജെറുസലേമിന് തെക്ക് പടിഞ്ഞാറ് മോരഷ്യത്തിൽ ജനിച്ച മിക്ക ഏശയ്യായുടെ സമകാലികനായിരുന്നു. BC 750-നും 687-നും ഇടയ്ക്ക് എന്നല്ലാതെ കൃത്യമായ കാലനിർണയം സാധ്യമല്ല. സമരിയായുടെ പതനത്തെപ്പറ്റി പ്രവചിക്കുന്നത് കൊണ്ട് അതിനു മുൻപായിരിക്കണം എന്ന് വാദിക്കുന്നവരുണ്ട്. യൂദായുടെ പാപങ്ങളും ജനനേതാക്കന്മാരുടെ ഉത്തരവാദിത്തരഹിതമായ പ്രവർത്തികളും എടുത്തുകാട്ടി അവയ്ക്കുള്ള ശിക്ഷ ആസന്നമെന്ന് മിക്ക മുന്നറിയിപ്പ് നൽകുന്നു. യൂദായുടെ ശത്രുക്കൾ നശിപ്പിക്കപ്പെടുകയും സിയോൻ മഹത്വപൂർണമാവുകയും ചെയ്യും എന്ന വാഗ്ദാനമാണ് തുടർന്ന് കാണുന്നത്. ദാവീദ് വംശജനായ ഒരു രാജാവ് ബത്ലഹേമിൽ ഉദയം ചെയ്യും. അവൻ സമസ്ത ഇസ്രായേലിനെയും ഭരിക്കും. യൂദായ്ക്കെതിരെയുള്ള ആരോപണങ്ങളും വിധി പ്രസ്താവനയുമാണ് അവസാന ഭാഗത്തുള്ളത്. പാവങ്ങളെ ചൂഷണം ചെയ്യുന്ന ധനികരും കൊള്ള ലാഭമെടുക്കുന്ന കച്ചവടക്കാരും അനീതിക്ക് കൂട്ടുനിൽക്കുന്ന ന്യായാധിപന്മാരും പങ്കിലരായ പുരോഹിതന്മാരും പ്രവാചകന്മാരും എല്ലാം മിക്കായുടെ വിമർശനങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. അധ്യായം 1. സമരിയായ്ക്കെതിരെ ആരോപണം. മോരേഷ്യത്തുകാരനായ മിക്കായ്ക്ക് യോഥാം, ആഹാസ്, ഹെസക്കിയ എന്നീ യൂദാ രാജാക്കന്മാരുടെ നാളുകളിൽ കർത്താവിൽ നിന്ന് അരുളപ്പാടുണ്ടായി. സമരിയായെയും ജെറുസലേമിനെയും സംബന്ധിക്കുന്ന ഒരു ദർശനത്തിലാണ് ഇത് ലഭിച്ചത്. ജനതകളെ കേൾക്കുവിൻ, ഭൂമിയും അതിലുള്ള സമസ്തവും ശ്രദ്ധിക്കട്ടെ. ദൈവമായ കർത്താവ് തന്റെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് നിങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിക്കട്ടെ. കർത്താവ് തന്റെ വിശുദ്ധ സ്ഥലത്തു നിന്ന് പുറപ്പെടുന്നു. ഭൂമിയിലെ പൂജാഗിരികൾ ചവിട്ടിമെതിക്കാൻ ഇറങ്ങി വരുന്നു. അഗ്നിയുടെ മുൻപിൽ മെഴുകുപോലെയും കിഴക്കാം തൂക്കിലൂടെ പ്രവഹിക്കുന്ന ജലം പോലെയും അവിടുത്തെ കാൽച്ചുവട്ടിൽ പർവ്വതങ്ങൾ ഉരുകും, താഴ്വരകൾ പിളരും. യാക്കോബിന്റെ അതിക്രമവും ഇസ്രായേൽ ഭവനത്തിന്റെ പാപവുമാണ് ഇതിന് കാരണം. എന്താണ് യാക്കോബിന്റെ അതിക്രമം? അത് സമരിയ അല്ലേ? എന്താണ് യൂദാ ഭവനത്തിന്റെ പാപം? അത് ജെറുസലേം അല്ലേ? അതിനാൽ ഞാൻ സമരിയായെ വെളിമ്പ്രദേശത്തെ കൂനയാക്കും, മുന്തിരി കൃഷി ചെയ്യാനുള്ള സ്ഥലം തന്നെ. അവളുടെ കല്ലുകൾ ഞാൻ താഴ്വരയിലേക്ക് വലിച്ചെറിയും. അവളുടെ അസ്ഥിവാരങ്ങൾ ഞാൻ അനാവൃതമാക്കും. അവളുടെ വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കും. അവളുടെ വേദനം അഗ്നിയിൽ ദഹിപ്പിക്കും. ബിംബങ്ങൾ നശിപ്പിക്കും. വേശ്യയുടെ വേദനം വഴിയാണ് അവൾ അവ സമ്പാദിച്ചത്. വേശ്യയുടെ വേദനമായി അത് തിരിച്ചു കൊടുക്കും. ജെറുസലേമിനെ കുറിച്ച് വിലാപം. ഇതോർത്ത് ഞാൻ ദുഃഖിച്ചു കരയും. നഗ്നനും നിഷ്പാദകനുമായി ഞാൻ നടക്കും. കുറുനരികളെ പോലെ ഞാൻ നിലവിളിക്കും. ഒട്ടക പക്ഷികളെ പോലെ ഞാൻ വിലപിക്കും. എന്തെന്നാൽ അവളുടെ മുറിവുകൾ ഒരിക്കലും സുഖപ്പെടുത്താത്തതാണ്. അത് യൂദാ വരെ, എന്റെ ജനത്തിന്റെ കവാടമായ ജെറുസലേം വരെ എത്തിയിരിക്കുന്നു. ഗത്ത് നിവാസികളോട് നിങ്ങൾ ഇത് പറയരുത്, കരയുകയുമരുത്. ബേത്ലയാഫ്രായിലെ പൊടിമണ്ണിൽ വീണുരുളുക. ഷാഫിർ നിവാസികളെ, നഗ്നരും ലജ്ജിതരുമായി കടന്നു പോകുവിൻ. സാനാൻ നിവാസികൾ പുറത്തു വരുന്നില്ല. ബേത് ഏസലിൽ നിന്നുള്ള വിലാപം നിന്നെ നിരാലംബയാക്കും. കർത്താവ് അയച്ച അനർത്ഥം ജെറുസലേമിന്റെ കവാടത്തിൽ എത്തിയതിനാൽ മാരോത്ത് നിവാസികൾ ഉത്കണ്ഠാഭരിതരാണ്. ലാഗിഷ് നിവാസികളെ, രഥത്തിൽ കുതിരകളെ പൂട്ടുവിൻ. സിയോൻ പുത്രിയുടെ പാപത്തിന് കാരണം നിങ്ങളാണ്. ഇസ്രായേലിന്റെ അപരാധങ്ങൾ നിങ്ങൾ ആവർത്തിച്ചു. അതിനാൽ മൊറേഷത്ത് ഗത്തിനു വിട നൽകുവിൻ. അക്സീബു ഭവനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരെ നിരാശരാക്കും. മരേഷ നിവാസികളെ, നിങ്ങളെ കീഴടക്കാൻ ഒരുവനെ വീണ്ടും ഞാൻ കൊണ്ടുവരും. ഇസ്രായേലിന്റെ മഹത്വം അദുല്ലാം ഗുഹയിൽ ഒളിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പ്രതി ശിരസ് മുണ്ഡനം ചെയ്യുവിൻ. അവർ നാടുകടത്തപ്പെടും. അതിനാൽ കഴുകനെ പോലെ നിങ്ങളുടെ ശിരസ് കഷണ്ടിയാക്കുവിൻ. അധ്യായം 2. ചൂഷകർക്കെതിരെ.
കിടക്കയിൽ വച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. കയ്യൂക്കുള്ളതിനാൽ പുലരുമ്പോൾ അവരത് ചെയ്യുന്നു. അവർ വയലുകൾ മോഹിക്കുന്നു, അവ പിടിച്ചടക്കുന്നു. വീടുകൾ മോഹിക്കുന്നു, അവ സ്വന്തമാക്കുന്നു. വീട്ടുടമസ്ഥനെയും അവന്റെ കുടുംബത്തെയും മനുഷ്യനെയും അവന്റെ അവകാശത്തെയും അവർ പീഡിപ്പിക്കുന്നു. അതിനാൽ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈ ഭവനത്തിനെതിരെ ഞാൻ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അതിൽ നിന്നു തലവലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇത് അനർത്ഥങ്ങളുടെ കാലമാകിയാൽ നിങ്ങൾക്ക് തല ഉയർത്തി നടക്കാനാവില്ല. ആ ദിവസങ്ങളിൽ നിങ്ങളെ അധിക്ഷേപിച്ച് അവർ ദയനീയമായ വിലാപഗാനം പാടും. ഞങ്ങൾ തീർത്തും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ ജനത്തിന്റെ ഓഹരി അവിടുന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു. അവിടുന്ന് അത് എന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ തടവിലാക്കിയവർക്ക് അവിടുന്ന് ഞങ്ങളുടെ വയലുകൾ വിഭജിച്ചു കൊടുത്തു. അതിനാൽ നിങ്ങൾക്ക് സ്ഥലം അളന്നു തരാൻ കർത്താവിന്റെ സഭയിൽ ആരും ഉണ്ടായിരിക്കുകയില്ല. പ്രസംഗിക്കരുത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആരും പ്രസംഗിച്ചുകൂടാ. അപമാനം നമ്മെ പിടികൂടുകയില്ല എന്ന് അവർ പ്രസംഗിക്കുന്നു. യാക്കോബ് ഭവനമേ, ഇങ്ങനെ പറയണമായിരുന്നു, കർത്താവിനു ക്ഷമയറ്റോ? ഇതൊക്കെ അവിടുത്തെ പ്രവർത്തികളോ? നീതിനിഷ്ഠയോടെ വ്യാപരിക്കുന്നവന് എൻ്റെ വാക്കുകൾ നന്മ ചെയ്യുകയില്ലേ? എന്നാൽ നീ എൻ്റെ ജനത്തിനെതിരെ ഒരു ശത്രുവിനെ പോലെ വരുന്നു. യുദ്ധഭീതിയില്ലാതെ നിർഭയരായി കടന്നു പോകുന്ന സമാധാന പ്രിയരിൽ നിന്ന് നീ മേലങ്കി ഉരിഞ്ഞെടുക്കുന്നു. നിങ്ങൾ എൻ്റെ ജനത്തിലെ സ്ത്രീകളെ അവരുടെ മനോഹരമായ ഭവനങ്ങളിൽ നിന്ന് ആട്ടി ഓടിക്കുന്നു. അവരുടെ ശിശുക്കളിൽ നിന്ന് എൻ്റെ മഹത്വം എന്നേക്കുമായി നിങ്ങൾ അപഹരിക്കുന്നു. നിങ്ങൾ ഇവിടം വിട്ടു പോകുവിൻ. വിശ്രമയോഗ്യമായ സ്ഥലമല്ല ഇത്. ഇവിടം അശുദ്ധമാണ്. ഇത് നിങ്ങളെ നശിപ്പിക്കും, സമൂലം നശിപ്പിക്കും. വീഞ്ഞിനെയും വീര്യമുള്ള പാനീയങ്ങളെയും കുറിച്ച് ഞാൻ പ്രസംഗിക്കുമെന്ന് ആരെങ്കിലും പൊങ്ങച്ചം പറഞ്ഞാൽ അവനായിരിക്കും ഈ ജനത്തിന് ചേർന്ന പ്രസംഗകൻ. യാക്കോബേ, ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ഇസ്രായേലിൽ അവശേഷിച്ച എല്ലാവരെയും ഞാൻ ശേഖരിക്കും. ആലയിൽ ആട്ടിൻപറ്റം എന്ന പോലെയും മേച്ചിൽ സ്ഥലത്ത് കാലിക്കൂട്ടം എന്ന പോലെയും അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. ശബ്ദമുഖരിതമായ സമൂഹമായിരിക്കും അത്. മതിലിൽ പഴുതുണ്ടാക്കുന്നവർ അവർക്ക് മുൻപേ പോകും. അവർ കവാടം തകർത്ത് പുറത്തു കടക്കും. അവരുടെ രാജാവ് അവർക്ക് മുൻപേ നടക്കും. കർത്താവ് അവരെ നയിക്കും. അധ്യായം 3. നീതിരഹിതരായ നേതാക്കന്മാർ. ഞാൻ പറഞ്ഞു, യാക്കോബിന്റെ തലവന്മാരെ, ഇസ്രായേൽ ഭവനത്തിന്റെ അധിപന്മാരെ, ശ്രവിക്കുവിൻ. നീതി അറിയുക നിങ്ങളുടെ കടമയല്ലേ? നന്മയെ ദ്വേഷിക്കുകയും തിന്മയെ സ്നേഹിക്കുകയും ചെയ്യുന്ന നിങ്ങൾ എൻ്റെ ജനത്തിന്റെ തൊലി ഉരിഞ്ഞെടുക്കുന്നു, അവരുടെ അസ്ഥികളിൽ നിന്ന് മാംസവും. നിങ്ങൾ എൻ്റെ ജനത്തിന്റെ മാംസം ഭക്ഷിക്കുന്നു, തൊലി ഉരിഞ്ഞെടുക്കുന്നു, അവരുടെ അസ്ഥികൾ തകർക്കുന്നു. ചട്ടിയിലെ ഇറച്ചിയും കുട്ടകത്തിലെ മാംസവും പോലെ അവരെ നുറുക്കുകയും ചെയ്യുന്നു. അവർ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കും, അവിടുന്ന് മറുപടി നൽകുകയില്ല. അവരുടെ ദുഷ്കർമ്മങ്ങൾ നിമിത്തം അവിടുന്ന് അവരിൽ നിന്ന് മുഖം മറച്ചു കളയും. എൻ്റെ ജനത്തെ വഴിതെറ്റിക്കുകയും ഭക്ഷിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ സമാധാനം എന്ന് പ്രഘോഷിക്കുകയും ഭക്ഷണം കൊടുക്കാത്തവനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെ കുറിച്ച് കർത്താവ് അരുളിച്ചെയ്യുന്നു. നിങ്ങൾക്ക് ഇനി ദർശനമില്ലാത്ത രാത്രിയും ഭാവി ഫലം അറിയാനാവാത്ത അന്ധകാരവുമായിരിക്കും ഉണ്ടാവുക. പ്രവാചകന്മാരുടെ മേൽ സൂര്യൻ അസ്തമിക്കും, പകൽ അവർക്ക് ഇരുട്ടായി മാറും. ദീർഘദർശികൾ അപമാനിതരാകും, ഭാവി പറയുന്നവർ ലജ്ജിതരാകും. ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കായകയാൽ അവർ വായ് പൊത്തും. ഞാനാകട്ടെ യാക്കോബിനോട് അവന്റെ അതിക്രമങ്ങളും ഇസ്രായേലിനോട് അവന്റെ പാപങ്ങളും വിളംബരം ചെയ്യുന്നതിന് വേണ്ടി കർത്താവിന്റെ ആത്മാവിനാലും ബലത്താലും നീതിയാലും ശക്തിയാലും നിറഞ്ഞിരിക്കുന്നു. യാക്കോബ് ഭവനത്തിന്റെ തലവന്മാരെ, ഇസ്രായേൽ കുടുംബത്തിലെ അധിപന്മാരെ, കേൾക്കുവിൻ. നിങ്ങൾ നീതിയെ വെറുക്കുകയും ഋജുവായതെല്ലാം വളച്ചു കളയുകയും ചെയ്യുന്നു. രക്തത്താൽ നിങ്ങൾ സിയോൻ പണിതുയർത്തു, അധർമ്മത്താൽ ജെറുസലേമും. അതിന്റെ ന്യായാധിപന്മാർ കോഴ വാങ്ങി വിധിക്കുന്നു, പുരോഹിതന്മാർ കൂലി വാങ്ങി പഠിപ്പിക്കുന്നു, പ്രവാചകന്മാർ പണത്തിനു വേണ്ടി ഭാവി പറയുന്നു. എന്നിട്ടും അവർ കർത്താവിൽ ആശ്രയിച്ചു കൊണ്ട് പറയുന്നു,
കർത്താവ് നമ്മുടെ മധ്യത്തിലില്ലേ, നമുക്ക് ഒരു അനർത്ഥവും വരികയില്ല. നിങ്ങൾ നിമിത്തം സിയോൻ വയൽ പോലെ ഉഴുതുമറിക്കപ്പെടും, ജെറുസലേം നാശകൂമ്പാരമാകും, ദേവാലയഗിരി വനമായി തീരും. അദ്ധ്യായം 4. സിയോൻ രക്ഷാകേന്ദ്രം. അന്തിമ നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മല ഗിരിശൃംഗങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടും, കുന്നുകൾക്ക് മുകളിൽ ഉയർത്തപ്പെടും, ജനതകൾ അവിടേക്ക് പ്രവഹിക്കും. വരുവിൻ, നമുക്ക് കർത്താവിന്റെ ഗിരിയിലേക്ക്, യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തന്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നമുക്ക് അവിടുത്തെ വഴികളിലൂടെ നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ജനതകൾ വരും. സിയോനിൽ നിന്ന് നിയമവും ജെറുസലേമിൽ നിന്ന് കർത്താവിന്റെ വചനവും പുറപ്പെടും. അവിടുന്ന് അനേകം ജനതകൾക്കിടയിൽ ന്യായം വിധിക്കും. വിദൂരസ്ഥമായ പ്രബല രാജ്യങ്ങൾക്ക് അവിടുന്ന് വിധിയാളനായിരിക്കും. അവർ തങ്ങളുടെ വാളുകൾ കൊഴുവായും കുന്തങ്ങൾ വാക്കത്തിയായും രൂപാന്തരപ്പെടുത്തും. ജനം ജനത്തിനെതിരെ വാളുയർത്തുകയില്ല. അവർ മേലിൽ യുദ്ധം അഭ്യസിക്കുകയില്ല. അവരോരോരുത്തരും താന്താങ്ങളുടെ മുന്തിരിത്തോപ്പിലും അത്തിമര ചോട്ടിലുമായിരിക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, എല്ലാ ജനതകളും തങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ ചരിക്കുന്നു. നാം നമ്മുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ എന്നെന്നും വ്യാപരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ മുടന്തരെ ഒരുമിച്ച് കൂട്ടും, ചിതറിക്കപ്പെട്ടവരെയും ഞാൻ പീഡിപ്പിച്ചവരെയും ശേഖരിക്കും. മുടന്തരെ ഞാൻ എൻ്റെ അവശേഷിച്ച ജനമാക്കും, ബഹിഷ്കൃതരെ പ്രബല ജനതയാക്കും. അന്നു മുതൽ എന്നേക്കും സിയോൻ മലയിൽ കർത്താവ് അവരുടെ മേൽ വാഴും. അജഗണത്തിന്റെ ഗോപുരമേ, സിയോൻ പുത്രിയുടെ പർവ്വതമേ, പൂർവകാലത്തെ ആധിപത്യം, ഇസ്രായേൽ പുത്രിയുടെ രാജ്യത്വം നിന്നിലേക്ക് വരും. എന്തേ നീ ഇപ്പോൾ ഉച്ചത്തിൽ കരയുന്നു? നിനക്ക് രാജാവില്ലേ? നിന്റെ ഉപദേഷ്ടാവ് മരിച്ചു പോയോ? ഈറ്റുനോവ് പോലെ കഠിനവേദന നിന്നെ കീഴടക്കിയിരിക്കുന്നത് എന്തുകൊണ്ട്? സിയോൻ പുത്രി, പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ നീ വേദനയാൽ പുളയുക. നീ ഇപ്പോൾ ഈ നഗരം വിട്ടുപോയി വിജന പ്രദേശത്ത് വസിക്കേണ്ടി വരും. നീ ബാബിലോണിലേക്ക് പോകും. അവിടെ വെച്ച് നീ രക്ഷിക്കപ്പെടും. കർത്താവ് നിന്നെ ശത്രുകരങ്ങളിൽ നിന്ന് വീണ്ടെടുക്കും. അനേകം ജനതകൾ നിനക്കെതിരെ സമ്മേളിച്ചു പറയുന്നു. അവർ അശുദ്ധയാകട്ടെ, നമുക്ക് അവളുടെ നാശം കണ്ട് സന്തോഷിക്കാം. എന്നാൽ കർത്താവിന്റെ വിചാരങ്ങൾ അവർ അറിയുന്നില്ല, അവിടുത്തെ ആലോചനകൾ അവർ ഗ്രഹിക്കുന്നില്ല. മെതിക്കളത്തിൽ കറ്റയെന്ന പോലെ അവിടുന്ന് അവരെ ശേഖരിച്ചിരിക്കുന്നു. സിയോൻ പുത്രി, എഴുന്നേറ്റ് മെതിക്കുക. ഞാൻ നിന്റെ കൊമ്പ് ഇരുമ്പും കുളമ്പ് പിച്ചളയും ആക്കും. അനവധി ജനതകളെ നീ ചിതറിക്കും. അവരിൽ നിന്നെടുത്ത കൊള്ള മുതൽ നീ കർത്താവിന് അർപ്പിക്കും. അവരുടെ സമ്പത്ത് ഭൂമി മുഴുവൻ്റെയും കർത്താവിന് നീ കാഴ്ചവെക്കും. അദ്ധ്യായം 5. വരാനിരിക്കുന്ന രാജാവ്. നിന്നെ ഇതാ കോട്ട കെട്ടി അടച്ചിരിക്കുന്നു, നമുക്കെതിരെ ഉപരോധമേർപ്പെടുത്തിയിരിക്കുന്നു. അവർ വടികൊണ്ട് ഇസ്രായേൽ ഭരണാധിപന്റെ ചെകിടത്ത് അടിക്കുന്നു. ബെത്ലഹേം എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. അതിനാൽ ഈറ്റുനോവെടുത്തവൾ പ്രസവിക്കുന്നത് വരെ അവൻ അവരെ പരിത്യജിക്കും. പിന്നീട് അവന്റെ സഹോദരരിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങി വരും. കർത്താവിന്റെ ശക്തിയോടെ, തന്റെ ദൈവമായ കർത്താവിന്റെ മഹത്വത്തോടെ അവൻ വന്ന് തന്റെ ആടുകളെ മേയ്ക്കും. ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനാകിയാൽ അവർ സുരക്ഷിതരായി വസിക്കും. അവൻ നമ്മുടെ സമാധാനമായിരിക്കും. അസീറിയ നമ്മുടെ നാട് ആക്രമിക്കുകയും നമ്മുടെ മണ്ണിൽ കാൽ കുത്തുകയും ചെയ്യുമ്പോൾ നാം അവനെതിരെ 7 ഇടയന്മാരെയും 8 പ്രഭുക്കന്മാരെയും അണിനിരത്തും. അസീറിയയെ വാൾ കൊണ്ടും നിമ്രോദ് ദേശത്തെ ഊരിയ ഖഡ്ഗം കൊണ്ടും അവർ ഭരിക്കും. അസീറിയ നമ്മുടെ നാട് ആക്രമിക്കുകയും നമ്മുടെ അതിർത്തിയിൽ പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ അവൻ നമ്മെ രക്ഷിക്കും. അന്ന് യാക്കോബിന്റെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ അനേകം ജനതകളുടെ ഇടയിൽ കർത്താവ് വർഷിക്കുന്ന തുഷാരം പോലെയും പുൽത്തലപ്പുകളിലെ മഴത്തുള്ളി പോലെയും ആയിരിക്കും. അത് മനുഷ്യർക്ക് വേണ്ടി താങ്ങി നിൽക്കുകയോ മനുഷ്യ മക്കൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയോ ചെയ്യുന്നില്ല.
യാക്കോബിന്റെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ ജനതകൾക്കിടയിൽ, അനേകം ജനതകൾക്കിടയിൽ, വന്യമൃഗങ്ങൾക്കിടയിൽ സിംഹത്തെ പോലെയും ആട്ടിൻപറ്റത്തിൽ യുവസിംഹത്തെ പോലെയും ആയിരിക്കും. അത് ചവിട്ടി മെതിച്ചും ചീന്തിക്കീറിയും നടക്കും. രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല. പ്രതിയോഗികളുടെ മീതെ നിന്റെ കരം ഉയർന്നു നിൽക്കും. നിന്റെ സർവ്വശത്രുക്കളും വിച്ഛേദിക്കപ്പെടും. കർത്താവ് അരുളി ചെയ്യുന്നു. അന്ന് നിന്റെ കുതിരകളെ ഞാൻ സംഹരിക്കും. നിന്റെ രഥങ്ങൾ നശിപ്പിക്കും. നിന്റെ ദേശത്തെ നഗരങ്ങൾ ഞാൻ നശിപ്പിക്കും. നിന്റെ ശക്തിദുർഗങ്ങൾ ഞാൻ തകർക്കും. ആഭിചാര വൃത്തികളെല്ലാം നിന്നിൽ നിന്ന് ഞാൻ നീക്കം ചെയ്യും. നിനക്ക് ഇനിമേലിൽ പ്രശ്നം വെക്കുന്നവരുണ്ടാവുകയില്ല. നിന്റെ വിഗ്രഹങ്ങളും സ്തംഭങ്ങളും ഞാൻ എടുത്തു കളയും. നിന്റെ തന്നെ കരവേലകൾക്ക് മുൻപിൽ ഇനിമേൽ നീ പ്രണമിക്കുകയില്ല. നിന്റെ അക്ഷര പ്രതിഷ്ഠകളെ ഞാൻ നിർമൂലനം ചെയ്യും. നിന്റെ നഗരങ്ങളെ ഞാൻ നശിപ്പിക്കും. എന്നെ അനുസരിക്കാത്ത ജനതകളോട് ഞാൻ ക്രോധത്തോടെ പ്രതികാരം ചെയ്യും. അധ്യായം 6. ഇസ്രായേലിനെതിരെ ആരോപണം. കർത്താവ് പറയുന്ന വാക്ക് കേൾക്കുക. എഴുന്നേറ്റ് പർവ്വതങ്ങളുടെ മുൻപിൽ നിന്റെ ആവലാതികൾ ബോധിപ്പിക്കുക. കുന്നുകൾ നിന്റെ ശബ്ദം കേൾക്കട്ടെ. പർവ്വതങ്ങളെ, ഭൂമിയുടെ ഉറപ്പുള്ള അസ്ഥിവാരങ്ങളെ, കർത്താവിന്റെ ആരോപണങ്ങൾ കേൾക്കുവിൻ. അവിടുന്ന് തന്റെ ജനത്തിനെതിരെ കുറ്റം ആരോപിക്കുന്നു, ഇസ്രായേലിനെതിരെ വാദിക്കുന്നു. എന്റെ ജനമേ, നിങ്ങളോട് ഞാൻ എന്തു ചെയ്തു? എങ്ങനെ ഞാൻ നിങ്ങൾക്ക് ശല്യമായി? ഉത്തരം പറയുവിൻ. ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു. അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു. നിങ്ങളെ നയിക്കാൻ മോശയെയും അഹ്റോനെയും മിരിയാമിനെയും അയച്ചു. എന്റെ ജനമേ, മോവാബ് രാജാവായ ബാലാക് നിങ്ങൾക്കെതിരെ ആലോചിച്ച ഉപായങ്ങളും അവന് ബയോറിന്റെ മകൻ ബാലാം നൽകിയ മറുപടിയും ഓർക്കുക. ഷിത്തിം മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചത് സ്മരിക്കുക. അങ്ങനെ കർത്താവിന്റെ രക്ഷാകരമായ പ്രവൃത്തികൾ ഗ്രഹിക്കുക. കർത്താവിന്റെ മുൻപിൽ ഞാൻ എന്തു കാഴ്ചയാണ് കൊണ്ടുവരേണ്ടത്? അത്യുന്നതനായ ദൈവത്തിന് മുൻപിൽ ഞാൻ എങ്ങനെയാണ് കുമ്പിടേണ്ടത്? ദഹനബലിക്ക് 1 വയസ്സുള്ള കാളക്കിടാവുമായിട്ടാണോ ഞാൻ വരേണ്ടത്? 1000കണക്കിന് മുട്ടാടുകളിലും 10000കണക്കിന് എണ്ണപ്പുഴകളിലും അവിടുന്ന് സംപ്രീതനാകുമോ? എന്റെ അതിക്രമങ്ങൾക്ക് പരിഹാരമായി എന്റെ ആദ്യജാതനെ ഞാൻ നൽകണമോ? ആത്മാവിന്റെ പാപത്തിന് പകരം ശരീരത്തിന്റെ ഫലം കാഴ്ചവെക്കണമോ? മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? കർത്താവിന്റെ ശബ്ദം നഗരത്തിൽ മുഴങ്ങുന്നു. അവിടുത്തെ നാമത്തെ ഭയപ്പെടുകയാണ് യഥാർത്ഥ ജ്ഞാനം. ഗോത്രങ്ങളെ, നഗരസഭയെ കേൾക്കുവിൻ. ദുഷ്ടരുടെ ഭവനത്തിലെ തിന്മയുടെ നിക്ഷേപങ്ങളും ശക്തമായ കള്ള അളവുകളും എനിക്ക് മറക്കാനാവുമോ? കള്ളത്തുലാസും കള്ളക്കട്ടികളും കൈവശം വെക്കുന്നവനെ ഞാൻ വെറുതെ വിടുമോ? നിന്റെ ധനികരത്രയും അക്രമാസക്തരാണ്. നിന്റെ നിവാസികൾ വ്യാജം പറയുന്നു. അവരുടെ നാവുകൾ വഞ്ചന നിറഞ്ഞതാണ്. അതിനാൽ നിന്നെ ഞാൻ അതികഠിനമായി പീഡിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ നിമിത്തം നിന്നെ ഞാൻ വിജനമാക്കും. നീ ഭക്ഷിക്കും, എന്നാൽ തൃപ്തി വരികയില്ല. ഉദരത്തിൽ നിന്ന് വിശപ്പ് വിട്ടകലുകയില്ല. നീ നീക്കിവെക്കും, എന്നാൽ ഒന്നും സമ്പാദിക്കുകയില്ല. സമ്പാദിച്ചാൽ തന്നെ അത് ഞാൻ വാളിനിരയാക്കും. നീ വിതയ്ക്കും, എന്നാൽ കൊയ്യുകയില്ല. നീ ഒലിവ് ആട്ടും, എന്നാൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുകയില്ല. നീ മുന്തിരി പിഴിയും, എന്നാൽ വീഞ്ഞു കുടിക്കുകയില്ല. കാരണം നീ ഓമ്രിയുടെ അനുശാസനകൾ പാലിച്ചു. ആഹാബ് ഭവനത്തിന്റെ ചെയ്തികൾ നീ ആവർത്തിച്ചു. അവരുടെ ഉപദേശങ്ങൾക്കനുസരിച്ചു വ്യാപരിച്ചു. അതിനാൽ ഞാൻ നിന്നെ ശൂന്യമാക്കും, നിന്റെ നിവാസികളെ പരിഹാസ വിഷയമാക്കും. അങ്ങനെ നീ ജനതകളിലെ നിന്ദനമേൽക്കും. അധ്യായം 7. ജനത്തിന്റെ ധാർമ്മികാധപതനം. എനിക്ക് കഷ്ടം! ഗ്രീഷ്മകാല ഫലങ്ങൾ ശേഖരിക്കുകയും മുന്തിരിപ്പഴങ്ങൾ പറിക്കുകയും ചെയ്തതിനു ശേഷം കാല പെറുക്കുന്നവനെ പോലെ ആയിരിക്കുന്നു ഞാൻ. തിന്നാൻ ഒരു മുന്തിരിക്കുലയോ അത്തിയുടെ അഭികാമ്യമായ കടിഞ്ഞൂൽ ഫലങ്ങളോ ഇല്ല. ദൈവഭക്തരായവർ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷരായിരിക്കുന്നു. മനുഷ്യരുടെ ഇടയിൽ സത്യസന്ധരായി ആരുമില്ല. അവരെല്ലാവരും രക്തത്തിനു വേണ്ടി പതിയിരിക്കുന്നു. ഓരോരുത്തരും സ്വസഹോദരനെ കുടുക്കാൻ വലവിരിക്കുന്നു.
തിന്മ പ്രവർത്തിക്കാൻ അവൻ ഉത്സാഹത്തോടെ കൈ നീട്ടുന്നു. രാജാവും ന്യായാധിപനും കൈക്കൂലി ആവശ്യപ്പെടുന്നു. ഉന്നതന്മാർ ദുരാഗ്രഹങ്ങൾ വെളിപ്പെടുത്തുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് അത് നെയ്തെടുക്കുന്നു. അവരിൽ ഏറ്റവും ഉത്തമൻ ഒരു മുൾച്ചെടി പോലെയും ഏറ്റവും സത്യസന്ധൻ ഒരു മുള്ളുവേലി പോലെയുമാണ്. അവരുടെ കാവൽക്കാർ അറിയിച്ച ദിനം, ശിക്ഷയുടെ ദിനം വന്നു കഴിഞ്ഞു. അവർക്ക് സംഭ്രാന്തിയുടെ സമയമായി. അയൽക്കാരനെ വിശ്വസിക്കരുത്, സ്നേഹിതനിൽ വിശ്വാസം അർപ്പിക്കരുത്. നിന്റെ മടിയിൽ ശയിക്കുന്നവളുടെ മുൻപിൽ അധര കവാടം തുറക്കരുത്. പുത്രൻ പിതാവിനോട് നിന്ദയോടെ വർത്തിക്കുന്നു. മകൾ അമ്മയ്ക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരെ നിലകൊള്ളുന്നു. സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഒരുവന് ശത്രുക്കളായിത്തീരുന്നു. എന്നാൽ ഞാൻ കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തും. എന്റെ രക്ഷകനായ ദൈവത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. രക്ഷയുടെ വാഗ്ദാനം. എന്റെ ശത്രുക്കളെ, എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട. വീണാലും ഞാൻ എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവ് എന്റെ വെളിച്ചമായിരിക്കും. അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും എനിക്ക് നീതി നടത്തിത്തരികയും ചെയ്യുന്നത് വരെ ഞാൻ കർത്താവിന്റെ രോഷം സഹിക്കും. ഞാൻ അവിടുത്തേക്കെതിരായി പാപം ചെയ്തു പോയി. അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും. ഞാൻ അവിടുത്തെ രക്ഷ ദർശിക്കും. എന്റെ ശത്രുക്കൾ അത് കാണും. നിന്റെ ദൈവമായ കർത്താവ് എവിടെയെന്ന് ചോദിച്ചവളെ ലജ്ജ മൂടിക്കളയും. തെരുവിലെ ചേറുപോലെ അവൾ ചവിട്ടി തേക്കപ്പെടും. ഞാൻ അവളുടെ പതനം കണ്ട് ആഹ്ലാദിക്കും. നിന്റെ മതിലുകൾ പുനരുദ്ധരിക്കപ്പെടുന്ന ദിനം വരുന്നു. അന്ന് നിന്റെ അതിരുകൾ വിസ്തൃതമാക്കപ്പെടും. അസീറിയ മുതൽ ഈജിപ്ത് വരെയും, ഈജിപ്ത് മുതൽ നദി വരെയും, കടൽ മുതൽ കടൽ വരെയും, പർവ്വതം മുതൽ പർവ്വതം വരെയും ഉള്ളവർ അന്ന് നിന്റെ അടുക്കൽ വരും. എന്നാൽ അന്ന് ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അവരുടെ പ്രവൃത്തികളുടെ ഫലമായി ശൂന്യമായി തീരും. കാർമലിലെ വനാന്തരത്തിൽ ഏകരായി കഴിയുന്നവരും അങ്ങയുടെ അവകാശവുമായ അജഗണത്തെ അങ്ങയുടെ ദണ്ടുകൊണ്ട് മേയ്ക്കണമേ. മുൻകാലങ്ങളിലെ പോലെ അവർ ബാഷാനിലും ഗിലയാദിലും മേയട്ടെ. നീ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന നാളുകളിൽ എന്ന പോലെ അത്ഭുതകരമായ കാര്യങ്ങൾ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. ജനതകൾ അതുകണ്ട് തങ്ങളുടെ ശക്തിയെക്കുറിച്ച് ലജ്ജിക്കും. അവർ വായ് പൊത്തും. അവരുടെ കാതുകൾ ബധിരമാകും. സർപ്പങ്ങളെ പോലെ, ഭൂമിയിൽ ഇഴയുന്ന ജീവികളെ പോലെ അവർ പൊടി നക്കും. ശക്തി ദുർഗങ്ങളിൽ നിന്ന് അവർ വിറപൂണ്ട് ഇറങ്ങി വരും. കൊടുംഭീതിയാൽ അവർ നമ്മുടെ കർത്താവായ ദൈവത്തിങ്കിലേക്ക് തിരിയും. അവർ അങ്ങു നിമിത്തം ഭയചകിതരാകും. തന്റെ അവകാശത്തിന്റെ അവശേഷിച്ച ഭാഗത്തോട് അവരുടെ അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങേപ്പോലെ ഒരു ദൈവം വേറെ ആരുണ്ട്? അവിടുന്ന് തന്റെ കോപം എന്നേക്കുമായി വച്ചു പുലർത്തുന്നില്ല. എന്തെന്നാൽ അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മെതിക്കും. ആഴിയുടെ അഗാധങ്ങളിലേക്കു നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. പൂർവകാലം മുതൽ തങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ അങ്ങ് യാക്കോബിനോട് വിശ്വസ്തതയും അബ്രാഹത്തോട് കാരുണ്യവും കാണിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ.